യാദൃച്ഛികമായ വീഡിയോ വീണ്ടും വന്നിരിക്കുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ ഓടിക്കളിക്കുന്നത് യാദൃച്ഛികമായിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുത്തിട്ടുള്ള വീഡിയോസുമാണ്. എന്താണെന്നറിയില്ല, കുറച്ച് കാലമായി ഇങ്ങനെ തന്നെ പോകുന്നു. എന്തായാലും ഞങ്ങളുടെ രണ്ടാം ദിവസം തുടർന്ന് കഴിഞ്ഞിരിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് എല്ലാവരും ഓരോ ഒരുക്കങ്ങളിലായി ഏർപ്പെടുന്നു. രാവിലെ ഞങ്ങൾക്ക് യാത്ര പോകേണ്ട സ്ഥലമെല്ലാം ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു. കുക്കിംഗ് എല്ലാം ഞങ്ങൾ തന്നെ ആയതുകൊണ്ട് തന്നെ അടുക്കളയിൽ രാവിലെ തന്നെ പാചകത്തിന് കയറിയിരുന്നു. എന്തൊക്കെയോ തേങ്ങയോ കാര്യങ്ങളും പ്രണവും നിതീഷും അരച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വ്ളോഗിങ് തുടർന്നുകൊണ്ടേയിരുന്നു. തേങ്ങ ചേരുവെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലൊന്ന് കൈയിടണം. അതങ്ങനെയാണല്ലോ, നമ്മുടെ സ്ഥിരം പരിപാടിയാണല്ലോ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കൈയിടുക എന്നുള്ളത്. ഈ തൊട്ടപ്പുറത്ത് ദോശ ചുടുന്നുണ്ടായിരുന്നു. ദോശ പോലെ എന്തോ ചുടുന്നുണ്ടായിരുന്നു. എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. നമ്മുടെ മുന്നിലേക്ക് വന്നപ്പോഴത്തേനും ചുബിക്ക് ചെറിയ നാണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിരുന്നു. ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതില്ല. ഫുഡിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിയും അത്ര പെർഫെക്റ്റ് ആയിരുന്നു, എടുത്തു പറയാതിരിക്കാൻ പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് പുറത്ത് ചാടണമെന്ന മോഹമായാണ് ഞാൻ അങ്ങോട്ട് പോയത്. കാരണം എൻ്റെ ലക്ഷ്യം വ്ളോഗ് എടുക്കുക എന്നുള്ളതായിരുന്നു. ഞങ്ങളങ്ങനെ അടിവാരത്ത് കാറ് നിർത്തി. സാധാ കാറുകളൊന്നും അതിലേ കയറി പോവില്ല, ജീപ്പുകൾ മാത്രമാണ് കയറി പോവുക. ഓഫ് റോഡ് എക്സ്പീരിയൻസ് അതൊരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു. ഓഫ് റോഡ് ജീപ്പ് നമുക്ക് അതിൽ കയറി എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. പുറത്തെ കാഴ്ചകൾ കൊണ്ട് നമുക്ക് മനസ്സിലാകും എത്രത്തോളം ഭീകരതയാണ് ഈ ജീപ്പിൽ നമ്മൾ മുകളിലേക്ക് കയറി പോകുക എന്നുള്ളത്. അത്രയ്ക്കും ഭീതിയോടെയാണ് അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരിയ്ക്കുന്നത്. കരച്ചിലും ബഹളവും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്ത്രീകളും കുട്ടികളും എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഉണ്ട്. ജീപ്പിൻ്റെ ടയറൊക്കെ പിടിക്കാൻ തന്നെ നല്ല പാടാണ്. ടയറൊക്കെ തെന്നി തെന്നിയാണ് കയറുന്നത്. ഇത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് വണ്ടിപ്രാന്തനായ ഞാനത് നല്ലപോലെ ആസ്വദിച്ചു. ജീപ്പിൻ്റെ ഈ ഒരു കയറ്റവും ഇറക്കവും അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. ഒന്ന് രണ്ട് ജീപ്പുകൾ പോയതിൻ്റെ പാടുകൾ റോഡിൽ നല്ല രീതിയിൽ കരിഞ്ഞു കിടക്കുന്നത് കാണാം. കയറ്റം അധികം ഉണ്ടെന്നറിയായിരുന്നു, എങ്കിലും ഇത്രയും കയറ്റം ഉണ്ടെന്നുള്ള കാര്യം നടന്നു നീങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത്. നല്ല രീതിയിൽ ആസ്വദിച്ച് ഉല്ലസിച്ചാണ് ഈ കയറ്റം കയറുന്നത്. എല്ലാവരുടെയും മുഖത്ത് നല്ല ചിരിയും സന്തോഷവും യാത്ര പോകുന്നതിൻ്റെ ആ ഒരു ആസ്വാദനവും മുഖത്ത് കാണാമായിരുന്നു. എന്നാൽ മുന്നോട്ട് എങ്ങനെയാണെന്ന് കണ്ടറിയേണ്ടതുണ്ട്. ജീപ്പുകൾ വരിവരിയായി വന്നുകൊണ്ടിരുന്നു. നാട്ടുകാരെല്ലാം ഞങ്ങളെ അതിശയത്തോടെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. കാരണം ഇത്രയും വലിയ മല നടന്നു കയറുന്ന ഞങ്ങളിൽ വളരെ കുറച്ച് പേര് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ. കടന്നുപോയതിനാൽ നാട്ടുകാരുടെ വിശേഷം ചോദ്യങ്ങളും കാര്യങ്ങളായി. എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് വന്നത്, അവരും പല മറുപടി പറഞ്ഞു, പല സ്ഥലങ്ങൾ പറഞ്ഞു. അങ്ങനെ അവരെ പൊട്ടുകളിപ്പിച്ച് ഞങ്ങൾ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. ഞാനാണെങ്കിൽ വ്ളോഗ് എടുക്കാനുള്ള തിരക്കിൽ, ഓരോരുത്തരുടെയും ഫേസ് കാണിക്കാനുള്ള തിരക്കിലുമായിരുന്നു. ഞാൻ ഏറ്റവും പുറകിലാണ് പൊതുവെ നടന്നുകൊണ്ടിരുന്നത്. കാരണം വീഡിയോ എടുക്കണമെന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ടാണല്ലോ നമ്മൾ പോകുന്നത്. നമ്മുടെ ഉദ്ദേശവും അത് തന്നെയാണ്. അതുകൊണ്ട് പുറകെ പോകുക എന്നുള്ളതായിരുന്നു. ഈ എളിക്ക് കഴി വെച്ചുള്ള നടത്തം കാണുമ്പോൾ തന്നെ അറിയാം ഏകദേശം എല്ലാവരും അടുത്തെന്ന്. എല്ലാവരുടെയും ശരീരപ്രകൃതിയിൽ അത് കാണാനുമുണ്ട്. കാരണം കയറ്റം ഞങ്ങൾ ഉദ്ദേശിച്ച പോലല്ല, ഇതുവരെ തീരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരുന്നു. ജീപ്പ് സഫാരി നിർത്താതെ തുടർന്നുകൊണ്ട് വരുന്നു. നല്ലൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൂറിസ്റ്റുകൾ നല്ല രീതിയിൽ അങ്ങോട്ട് കയറുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. മാവിന്മേൽ കല്ലെറിയുന്ന മലയാളിയുടെ ശീലം ഞങ്ങളെ വിട്ടില്ല. ഞങ്ങളൊരു പറമ്പിലേക്ക് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എത്തേണ്ട സ്ഥലമാണ് അങ്ങേ മലയിൽ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ഞാനത് നേരെ ഷൂട്ട് ചെയ്യുകയായിരുന്നു. ഈ സൂം ചെയ്ത് കാണിക്കുന്നത് ആമപ്പാറയാണ്. ഈ മലകളെല്ലാം താണ്ടി അവിടം വരെ നടന്നെത്തണം. ഇത്രയും കണ്ടപ്പോൾ തന്നെ പകുതി ശ്വാസം പോയി. കാരണം ആ ചെറുതായിട്ട് പൊടി കുഞ്ഞായിട്ട് കാണുന്ന ജീപ്പാണ് നമ്മുടെ മുന്നിൽ കൂടെ കടന്നുപോയ ഓഫ് റോഡ് ജീപ്പുകളാണ്. കിലോമീറ്റർ കണക്ക് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2.5 കിലോമീറ്റർ കാണുള്ളൂ. കുന്നും മലയും താണ്ടി ദീർഘദൂര യാത്രയുള്ള പോലെ നമുക്ക് തോന്നും. ഇത്രയും ദൂരം കണ്ടപ്പോൾ തന്നെ എല്ലാവരുടെയും നെറ്റി ചുളിച്ചു. ഇത്രയും എത്തിയ സ്ഥിതിക്ക് ആമപ്പാറ കയറാതെ വയ്യ. രാവിലെ നല്ലപോലെ ഫുഡ് കഴിക്കേണ്ടതായിരുന്നെന്ന് പിന്നീടാണ് മനസ്സിലായത്. വഴിയിൽ കണ്ട മാവിന്മേൽ കല്ലേറ് തുടങ്ങി. നല്ലൊരു അടിപൊളി മാങ്ങ ജോയലിന് കിട്ടി. മാങ്ങയ്ക്ക് ക്യാമറയ്ക്ക് കുറച്ച് പോസ് കൊടുത്തിട്ട് ഞാൻ ആ മാങ്ങ ജുബിക്ക് കൊടുത്തു. വീഡിയോ എടുക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്രെയിം എനിക്ക് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ജുബിക്ക് കൊടുത്തത്. അങ്ങനെ എല്ലാവരും മാറി മാറി മാവിലൊന്ന് എറിഞ്ഞു നോക്കി ആർക്കാണ് ആദ്യം മാങ്ങ കിട്ടുന്നുള്ളത്. മാങ്ങയെ മാങ്ങ കൊണ്ട് വീഴ്ത്താമെന്നുള്ള ടെക്നിക്കായിരുന്നു നിതീഷ് യൂസ് ചെയ്തത്. ഒരു മാങ്ങ കൊണ്ട് എറിഞ്ഞ് മറ്റൊരു മാങ്ങ വീഴ്ത്തിയിരുന്നു. അങ്ങനെ മാങ്ങ ആദ്യമായി എറിഞ്ഞ് വീഴിച്ച സന്തോഷത്തിലാണ് നിതീഷ്. ആ മാങ്ങയും കഴിച്ച് ഞങ്ങൾ പതുക്കെ മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. എങ്കിലും എല്ലാവരും മുകളിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ലക്ഷ്യം ആമപ്പാറ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും വേഗം അതിൻ്റെ മുകളിലേക്ക് പോകണമെന്നായിരുന്നു. പോണ വഴിക്ക് മാങ്ങയും കടിച്ച് ഞങ്ങൾ പോയി. പറയാതിരിക്കാൻ വയ്യ. ജീപ്പുകൾ പോകുന്ന വഴി ആയതുകൊണ്ട് തന്നെ റോഡുകളെല്ലാം അത്യാവശ്യം മോശമായിരുന്നു. പ്രൈവറ്റ് വാഹനങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. കാരണം ജീപ്പുകൾ മാത്രമേ ഇതുവഴി കയറുള്ളൂ. ഓഫ് റോഡ് വെഹിക്കിൾ അല്ലാതെ മറ്റൊന്നും ഇങ്ങോട്ട് കയറില്ല. പഴുത്ത മാങ്ങ കിട്ടിയ സന്തോഷത്തിൽ ജോയൽ ക്യാമറയുടെ മുന്നിൽ മാങ്ങ മുമ്പി നിന്നു. അങ്ങനെ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു നീങ്ങുമ്പോഴാണ് അവിടെ ഒരു വീടും റോഡും ഒക്കെ പ്രത്യക്ഷമാകാൻ തുടങ്ങിയത്. കാരണം മണ്ണിട്ട നിരത്തുകൾ മാത്രമായിരുന്നു, റോഡെന്നൊരു പേരിന് മാത്രം. കാരണം അടിവാരം തൊട്ട് ആമപ്പാറ വരെ ഓഫ് റോഡാണ് ഫുള്ള്. 4x4 വെഹിക്കിൾ അല്ലാതെ മറ്റൊന്നും കയറി പോവുകയുമില്ല. പോകുന്ന വഴിക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ ആസ്വദിച്ച് പോകാം. ഇതേതോ വീട്ടിൽ വളർത്തുന്ന പശുവാണെന്ന് തോന്നുന്നു. തോന്നലല്ല, ആ വീട്ടിൽ വളർത്തുന്ന പശു തന്നെയാണ്. കുറേ നാൾ കൂടി കൂട്ടുകാരത്തുള്ള യാത്ര എല്ലാവരും നല്ല രീതിയിൽ ആസ്വദിച്ച് തുടങ്ങിയിരുന്നു. മടുപ്പൊക്കെ ഓരോരോ വാക്കുകൾ കൊണ്ട് അവർ മാറ്റിയെടുത്തിരുന്നു. നമ്മൾ പോകുന്ന വഴിയിൽ നിന്നും അകലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കോട്ടേജുകൾ കാണാം. ബലൂൺ കോട്ടേജും അങ്ങനെ എന്തോ മറ്റും. ബലൂൺ കോട്ടേജ് കണ്ടപ്പോൾ അവർക്കൊരു അത്ഭുതമായി തോന്നി. നമുക്കതങ്ങനെ തോന്നിയില്ല. കാരണം നമ്മൾ ഇതൊരുപാട് കണ്ടിട്ടുണ്ട്, ഒരുപാട് യാത്ര ചെയ്തിട്ടുമുണ്ട്. മൂന്നാറൊക്കെ സന്ദർശിക്കുവാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാം ബലൂൺ കോട്ടേജ്. അതുമല്ല ഈയിടെ വാഗമണ്ണിലും ബലൂൺ കോട്ടേജുകൾ വന്നതായി നമുക്ക് അറിവ് ലഭിച്ചു.
എന്തൊക്കെയായാലും ഈ യാത്രയുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ഉള്ളതുകൊണ്ട് ഞാനിത് പാർട്ടായിട്ടാണ് ഇടുന്നത്. ഏകദേശം 45 മിനിറ്റാണ് മുഴുവൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വീഡിയോയുടെ ലെങ്ത് വന്നതാണ്. ഞാൻ ഈ വീഡിയോ പല എപ്പിസോഡുകളായിട്ടാണ് ഇടുന്നത്. നിങ്ങളെ ബോറടിപ്പിക്കേണ്ട എന്നുള്ള ഒറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ ഇടുന്നത്. വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ഉണ്ട്. ഞങ്ങളുടെ ഫ്രണ്ടിൽ ആമപ്പാറ തെളിഞ്ഞ് കണ്ടിരുന്നു. ആമപ്പാറയുടെ ഒരുപാട് നല്ല കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുകൾ വളരെ മനോഹരമായിരിക്കും. നിരവധി കാഴ്ചകളും കാണാം. തമിഴ്നാടിൻ്റെ ഭംഗി എടുത്തു കാണിക്കുന്ന ഒട്ടനവധി വീഡിയോ ഈ ആമപ്പാറയുടെ ഞാൻ പകർത്തിയിട്ടുണ്ട്.